നമസ്കാരം. ഈ അടുത്ത കാലത്തായിട്ട് മാതാപിതാക്കൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളിലെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ. ഇതവരുടെ പഠനത്തെയും പെരുമാറ്റ രീതിയെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ടാണ് പേരൻസിന് കൂടുതലും ഈ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ പൂർണ്ണമായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം? ഇതിനെക്കുറിച്ച് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതുപോലെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് അതേക്കുറിച്ചാണ്. കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരുടെ വികാര വിചാരങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണ്. സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട് അവർ കാണുന്ന കാഴ്ചകൾ അവരുടെ ബ്രെയിൻ സിസ്റ്റത്തെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സമയത്ത് ഡൊപ്പാമൈൻ എന്ന ഹോർമോൺ ബ്രെയിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രെയിനിന് ഒരു പ്രത്യേക സൂത്തിങ് എഫക്റ്റ് ഈ സമയത്ത് അവർക്ക് കിട്ടുന്നുണ്ട്. ഈ ആകാംക്ഷയുള്ള കാര്യങ്ങൾ കാണാനുള്ളൊരു ടെൻഡൻസി ബ്രെയിൻ വീണ്ടും വീണ്ടും അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. തന്നെയല്ല, ഇവർ കാണാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ചില സീനുകൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പേരൻസ് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇവിടെ ഉപദേശങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉപദേശങ്ങൾ ഇവിടെ വർക്കൗട്ട് ചെയ്യത്തില്ല. ഉപദേശം മാത്രമല്ല, വഴക്ക് പറച്ചിൽ, ശിക്ഷണം ഒന്നും ഈ ഒരു കാര്യത്തിനകത്ത് പോസിറ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് പേരൻസ് എന്ത് ആക്ഷൻ എടുക്കുന്നു, ഇവിടെ ആക്ഷനാണ് പ്രധാനം. ഇവിടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടാബ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്തോ ആയിക്കോട്ടെ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? അതുപോലെ ഈ സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് അറിയത്തില്ലയോ? എങ്കിൽ ഇവരിത് ദുരുപയോഗം ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പേരൻസിന് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, അമിതമായിട്ടുള്ള പ്രൈവസിയിൽ ഇവരിത് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കണം. അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കണം. തന്നെയല്ല, അവരിത് ഉപയോഗിക്കുന്ന സമയം നിങ്ങളുടെ ഒരു നിരീക്ഷണത്തിലായിരിക്കണം. അതുപോലെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണൊക്കെ ചില സാഹചര്യത്തിൽ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ പേരൻസ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അമിതമായിട്ടുള്ള ഏകാഗ്രതയോടെ ഇത് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇടയ്ക്കിടയ്ക്ക് അവരെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുക. അതുപോലെ അവർ ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക.